അൽ മഫ്ഊൽ ബിഹി എന്താണെന്ന് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം. ഇസ്തറ തിൽമീദു ഹാസൂബൻ, വിദ്യാർത്ഥി ഒരു കമ്പ്യൂട്ടർ വാങ്ങി. അക്കല ദിഅ്ബു അൽ ഖറൂഫ, ചെന്നായ ആട്ടിൻകുട്ടിയെ തിന്നു. ഖറഅത്തി ത്വാലിബത്തു അദ്ദർസ, വിദ്യാർത്ഥിനി പാഠം വായിച്ചു. യഖ്തഉൽ ആമിലു ഷജറത്തൻ, തൊഴിലാളി മരം മുറിക്കുന്നു. യബീഉ താജിറു അസുക്കറ, കച്ചവടക്കാരൻ പഞ്ചസാര വിൽക്കുന്നു. തബ്നിൽ ഹമാമത്തു അൽ ഉഷ, പ്രാവ് കൂടുകൂട്ടുന്നു. ഈ സെൻറ്റൻസുകളിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഇസ്തറ എന്നാൽ വാങ്ങി, ഫേലുൻ മാദിയാണ്. ആരാണ് വാങ്ങിയത്? അത്തിൽമീദു, വിദ്യാർത്ഥി. അപ്പോൾ ഇസ്തറ എന്ന ഫേലിൻ്റെ ഫായിലാണ് തിൽമീദു എന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഫേലും ഫായിലും. ഇനി വിദ്യാർത്ഥി എന്താണ് വാങ്ങിയത്? ഹാസൂബൻ, ഒരു കമ്പ്യൂട്ടറാണ് വാങ്ങിയത്. അപ്പോൾ ഫേല് ചെയ്തയാൾക്ക് ഫായിൽ എന്ന് പറയും. ഈ ഫായിലിൻ്റെ പ്രവർത്തനം ഏതൊന്നിൻ്റെ മേലാണോ സംഭവിച്ചത് അതിന് അൽ മഫ്ഊൽ ബിഹി എന്ന് പറയും, ഒബ്ജക്റ്റ്. അതാണ് ഹാസൂബൻ എന്നത്. ഇസ്തറ എന്ന പ്രവർത്തനം സംഭവിച്ചിരിക്കുന്നത് ഹാസൂബിൻ്റെ മേലാണ്, അതുകൊണ്ടിത് മഫ്ഊൽ ബിഹിയാണ്. അടുത്ത ഉദാഹരണം നോക്കാം. അക്കല ദിഅ്ബു, ചെന്നായ തിന്നു. അക്കല ഫിഅലാണ്, ദിഅ്ബു ഫായിലാണ്. ചെന്നായ എന്തിനെയാണ് തിന്നത്? അൽ ഖറൂഫ, ആട്ടിൻകുട്ടിയെയാണ് തിന്നത്. അപ്പോൾ തിന്നു എന്ന പ്രവർത്തനം നടന്നിരിക്കുന്നത് ഖറൂഫിൻ്റെ മേലാണ്, അതുകൊണ്ട് ഖറൂഫാണ് മഫ്ഊൽ ബിഹി. എന്താണോ ചെയ്തത് അതാണ് മഫ്ഊൽ ബിഹി, അല്ലെങ്കിൽ എന്തിനെയാണോ ചെയ്തത് അതാണ് മഫ്ഊൽ ബിഹി. ഖറഅത്തി ത്വാലിബത്തു, വിദ്യാർത്ഥിനി വായിച്ചു. എന്താണ് വായിച്ചത്? അദ്ദർസ, പാഠമാണ് വായിച്ചത്. വായിക്കുക എന്ന പ്രവർത്തനം നടന്നിരിക്കുന്നത് എന്തിൻ്റെ മേലാണ്? ദർസിൻ്റെ മേലാണ്, അതുകൊണ്ടിത് അൽ മഫ്ഊൽ ബിഹിയാണ്. യഖ്തഉ, മുറിക്കുന്നു. അൽ ആമിലു, തൊഴിലാളി. എന്ത് മുറിക്കുന്നു? ഷജറത്തൻ, ഒരു മരം മുറിക്കുന്നു. അപ്പോൾ മരം ഇവിടെ മഫ്ഊൽ ബിഹിയാണ്. യബീഉ താജിറു, കച്ചവടക്കാരൻ വിൽക്കുന്നു. അസുക്കറ, പഞ്ചസാര. വിൽക്കുക എന്ന പ്രവർത്തനം നടന്നത് പഞ്ചസാരയിലാണ്, അതുകൊണ്ട് ഇത് മഫ്ഊൽ ബിഹിയാണ്. തബ്നിൽ ഹമാമത്തു, പ്രാവ് നിർമ്മിക്കുന്നു. അൽ ഉഷ, കൂട്. കൂടിനെയാണ് നിർമ്മിക്കുന്നത്, അതുകൊണ്ട് അൽ ഉഷ എന്നത് മഫ്ഊൽ ബിഹിയാണ്. ഇനി ഈ മഫ്ഊൽ ബിഹി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും, എല്ലാ വാക്കിലെയും അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹാണ് നൽകിയിരിക്കുന്നത്, ഹർക്കത്ത്. എപ്പോഴാണ് ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് നൽകുന്നത്? നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു, ഒരു വാക്കിൻ്റെ ഇഅ്റാബ് നസ്ബാണെങ്കിലാണ് ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് നൽകുന്നത്. അപ്പോൾ മഫ്ഊൽ ബിഹിയുടെ ഇഅ്റാബ് നസ്ബാണ്, അതുകൊണ്ടാണ് മഫ്ഊൽ ബിഹിയുടെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് നൽകിയിരിക്കുന്നത്. ഹാസൂബൻ, ബാഇന് ഫത്ഹാണ്, ഇവിടെ തൻവീനായിട്ടാണുള്ളത്. തൻവീനാകാൻ കാരണം അലിഫ്ലാം ഇല്ല എന്നതാണ്. എല്ലാ വാക്കിനും ഒന്നുകിൽ അലിഫ്ലാം അല്ലെങ്കിൽ തൻവീൻ ഉണ്ടാകുമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇനി അൽ ഖറൂഫ, അദ്ദർസ, ഷജറത്തൻ, അസുക്കറ, അൽ ഉഷ, എല്ലാത്തിൻ്റെയും അവസാനം ഫത്ഹ് ചെയ്തിരിക്കുന്നു, കാരണം മഫ്ഊൽ ബിഹിയുടെ ഇഅ്റാബ് നസ്ബാണ്. അപ്പോൾ ഇതേ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഫിഅല് വെക്കുക, പിന്നെ ഫായില്, അതിൻ്റെ ശേഷം മഫ്ഊൽ ബിഹി. ഇതാണ് സാധാരണഗതിയിലൊരു സെൻറ്റൻസിൻ്റെ, അറബിയിലൊരു സെൻറ്റൻസിൻ്റെ ഒരു ജുംലയുടെ ഓർഡർ. ഇനി നഹ്വുൽ വാളിഹിൽ മഫ്ഊൽ ബിഹിയുടെ ഖായിദ എന്താണെന്ന് നോക്കാം. അൽ മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹി എന്നാൽ ഇസ്മുൻ മൻസൂബുൻ, നസ്ബ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ്. വഖഅ അലൈഹി, അതിൻ്റെ മേൽ സംഭവിച്ചു, ആ ഇസ്മിൻ്റെ മേൽ സംഭവിച്ചു. ഫിഅലുൽ ഫായിലി, ഫായിലിൻ്റെ പ്രവർത്തനം. ഫായിലിൻ്റെ പ്രവൃത്തി ആ ഇസ്മിൻ്റെ മേലാണ് സംഭവിച്ചിരിക്കുന്നത്. ഫായിലിൻ്റെ പ്രവൃത്തി സംഭവിച്ച നസ്ബ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ് അൽ മഫ്ഊൽ ബിഹി.